എറണാകുളം പെരുമ്പാവൂരിന് സമീപം ഓടക്കലിയിൽ കൂടുതൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തി. 6 ചാക്ക് ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയത്. സ്കൂബ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. റാഫി കരീം വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. റാഫി, ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ടെത്തിയത്? വിവരങ്ങൾ എന്താണ് റാഫി? ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ആദ്യമായി ഈ പാറമടയിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തുന്നത്. പിന്നീട് പോലീസ് ഇവിടെ ഇന്നലെ രാത്രി തന്നെ പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിടയിൽ 2 ചാക്കിൽ നിറച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ കണ്ടെത്തിയിരുന്നു. ഈ പാറമടയിൽ കൂടുതൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ ഉണ്ട് എന്ന സംശയത്തെ തുടർന്ന് ഇന്ന് സ്കൂബ സംഘത്തെ ഉപയോഗിച്ചുള്ള പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയായിരുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് സ്കൂബ സംഘത്തെ ഉപയോഗിച്ചുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചത്. ഇതിനിടയിലാണ് 6 ചാക്കുകളിലായി നിറച്ച ജലാറ്റിൻ സ്റ്റിക്കുകൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത്. ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾക്ക് 6 മാസത്തിൽ താഴെയാണ് നിലവിൽ അതിന്റെ ഡേറ്റ് ഇരിക്കുന്നത്. അതായത് 6 മാസത്തിൽ താഴെ പഴക്കമുള്ള ജലാറ്റിൻ സ്റ്റിക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന് അർത്ഥം ഇവിടെ ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ എത്തിച്ചിട്ട് 6 മാസത്തിൽ താഴെ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. ഈ പാറമട 2 വർഷമായി ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു പാറമടയാണ്. ഇവിടെ മറ്റ് പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല. സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പാറമടകളുണ്ട്. ഈ പാറ പൊട്ടിക്കുന്ന കോറികളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കോറികളിലേക്ക് എന്തെങ്കിലും എത്തിച്ചതായിരിക്കും ഈ ജലാറ്റിൻ സ്റ്റിക്കുകൾ എന്നാണ് പോലീസിന്റെ അന്വേഷണം. ഇതിനുമായി ബന്ധപ്പെട്ടുള്ള ഉറവിടം തേടിയുള്ള അന്വേഷണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ശരി, റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കൂടുതൽ ജലാറ്റിൻ സ്റ്റിക്കുകൾ അവിടെ നിന്ന് പാറമടയിൽ നിന്ന് കണ്ടെത്തുകയാണ്. പോലീസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇവ കൂടുതലായി കണ്ടെത്തുന്നത്. റാഫി കരീം അതിൻ്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.